ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ഒരു 4:30 ആകുമ്പോൾ തൊട്ടുള്ള വീഡിയോസാണ്. വൈകുന്നേരം നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കുന്ന ആ ഒരു സമയം വരെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും, പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചു വിടാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഒരു 4:30 ആകുമ്പോഴാണ് കേട്ടോ നമ്മുടെ വീഡിയോ എടുക്കാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളാവാം നാളത്തെ വീഡിയോയിൽ എന്നും പറഞ്ഞിട്ട് അങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ചായയൊക്കെ ഇട്ട് മക്കൾക്കൊക്കെ കൊടുത്തു വിട്ടാൽ വൈകുന്നേരം സ്കൂളൊക്കെ വിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിള്ളേർക്കൊക്കെ ചായയൊക്കെ ഇട്ട് കൊടുത്ത് അതിന് ശേഷം ഞാൻ നേരെ അടുപ്പ് കത്തിക്കാനായിട്ട് വന്നു. അപ്പോൾ ഇന്ന് രാവിലെ ഒന്നും അടുപ്പൊന്നും കത്തിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചാരമൊക്കെ വാരി ഇന്നലെ കത്തിച്ചതിൻ്റെ ബാലൻസ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിൻ്റെ ചാരമൊക്കെ വാരി കളഞ്ഞ് അടുപ്പും വെള്ളയൊക്കെ ഒന്ന് അടിച്ചു വിട്ട് വൃത്തിയാക്കിയതിന് ശേഷം അടുപ്പൊക്കെ ഒന്ന് കത്തിച്ച് വിടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു അടുപ്പ് കത്തിക്കണ ഒരു പണി എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ഇതാണ്. നമുക്ക് ചുള്ളി വിറകൊന്നും ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. കത്തിപ്പിടിച്ച് കിട്ടണമെങ്കിൽ ഒരു ഇതാണ്. പിന്നെ പിടിച്ച് കിട്ടിയാൽ പിന്നെ കുഴപ്പമില്ല. അങ്ങനെ ഞാനിതാ ചാരമൊക്കെ വാരി പിന്നെ അടുപ്പൊക്കെ കത്തിക്കാനായിട്ട് കുറച്ച് ചുള്ളിയും കമ്പൊക്കെ ഞാനിപ്പോൾ തൊടിയിൽ നിന്ന് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തില്ലേ, അവിടെ നിന്ന് കുറച്ച് ചുള്ളി കമ്പൊക്കെ പെറുക്കിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ അടുപ്പ് കത്തിക്കാനായിട്ട് നിന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ വിറകൊക്കെ വെച്ച് കൊടുത്തിട്ട് അടുപ്പൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാത്രിക്ക് ചോറും കറിയൊക്കെ തന്നെയാണ് കേട്ടോ. വേറെ പലഹാരമൊന്നും ഉണ്ടാക്കുന്നില്ല. എന്തൊക്കെ പലഹാരം ഉണ്ടാക്കിയാലും നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കിയാലും എന്തുണ്ടാക്കിയാലും ഏട്ടനിപ്പോൾ എന്താണെന്നറിയില്ല, കുറച്ച് ചോറ് വേണം എന്നാണ് പറയുന്നത്. എപ്പോഴും ചോറുണ്ടോ ചോറിനോട് ഇത്തിരി ആർത്തി കൂടിയിട്ടുണ്ട്. വല്ല ഷുഗറോ എന്തെങ്കിലും ഉണ്ടാകുമോ എന്നറിയില്ല. ഇനിയിപ്പോൾ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. ഒക്കെ പ്രായമൊക്കെ ഇങ്ങനെ ആയി വരികയല്ലേ. അപ്പോൾ രണ്ടുപേർക്കും ചോറിനോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ചോറ് കഴിച്ച് ഒരു വിധം ആവുന്നുണ്ട്. അപ്പോൾ എന്തായാലും അടുപ്പൊക്കെ ഒന്ന് കത്തിപ്പിടിച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ട് അടുത്ത പണിയിലേക്ക് പോവാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ അടുത്ത് 2 കൂട്ടുകാരികൾ ഹായ് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ സബ്സ്ക്രൈബറാണ്, നമ്മുടെ വീഡിയോസൊക്കെ എന്നും കാണുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർ രണ്ടുപേരും ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഹായ്. നമ്മുടെ ലയയും ചോദിച്ചിട്ടുണ്ട്, ജിജിതയുമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ലയയ്ക്കും നമ്മുടെ ജിജിതയ്ക്കും വലിയൊരു ഹായ് ഉണ്ട് കേട്ടോ. അങ്ങനെ അടുപ്പത്ത് വെള്ളമൊക്കെ വെച്ച് ഞാൻ പാത്രം കഴുകാനായിട്ട് വന്നതാണ് കേട്ടോ. അപ്പോഴാണ് നമ്മുടെ മീൻ കുഞ്ഞുങ്ങളിനെയൊക്കെ കണ്ടത്, നമ്മുടെ ഗപ്പി കുട്ടികളിനെയൊക്കെ കണ്ടത്. അപ്പോൾ നമ്മുടെ പാത്രം കഴുകുന്ന അവിടെ ഒരു ടാങ്ക് ഉണ്ടല്ലോ, അതിനകത്ത് നിറയെ ഗപ്പികളുണ്ട് കേട്ടോ. ചില സമയത്ത് ഇതിൽ വാലൊക്കെ നല്ല കളറായിട്ട് നല്ല ഇതായിട്ട് ചന്തമായിട്ടുണ്ടാവും. ചിലപ്പോഴൊന്നും അത് ഇതുണ്ടാവില്ല കേട്ടോ, വലിയ ഇതുണ്ടാവില്ല. അത് വലുതായാൽ പിന്നെ അങ്ങോട്ട് അതിൻ്റെ കളറും ഭംഗിയൊക്കെ പോവാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ നമ്മുടെ മീൻകുട്ടികളിനെയൊക്കെ. അപ്പോൾ സന്ധ്യ മയങ്ങാൻ നേരമായിട്ടുണ്ട്. സന്ധ്യാനേരം ആയിക്കൊണ്ടിരിക്കുന്നു. 5 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു വെയിലും വെട്ടാപ്പും പറഞ്ഞ പോലെ ആ ഒരു സന്ധ്യ നേരത്തുള്ളൊരു വെയിലൊക്കെ കാണാൻ നല്ല രസമാണ് അല്ലേ. പിന്നെ നമ്മുടെ ടീച്ചറമ്മ ചോദിച്ചിട്ടുണ്ടായിരുന്നു വാട്സപ്പിൽ, എവിടെടി മോളെ നിൻ്റെ അടുപ്പൊക്കെ എവിടെ, കാണാനില്ലല്ലോ, നീ അവിടെ മുറ്റമൊക്കെ അടിക്കുന്ന ഭാഗത്ത് അടുപ്പുണ്ടായിരുന്നല്ലേ, അതിപ്പോൾ കാണാനില്ലല്ലോ, എവിടെ പോയി, തട്ടിക്കളഞ്ഞോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് കാണിക്കുന്നത്. നമ്മുടെ അടുപ്പ് എവിടെയും പോയിട്ടില്ല. ഞാൻ ഇവിടെ നനയാതിരിക്കാനായിട്ട് കുറച്ച് ഓടൊക്കെ വെച്ചിട്ട് അതങ്ങനെ മൂടി വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അതിപ്പോൾ എന്തായാലും മഴയൊക്കെ അല്ലേ, അപ്പോൾ അതുകൊണ്ട് ഞാൻ നനയണ്ടെന്ന് പറഞ്ഞിട്ട് ഓട് കമഴ്ത്തി വെച്ചാണ്. എന്നിട്ടും കാര്യമൊന്നുമില്ല, മഴയൊക്കെ കൊണ്ട് അങ്ങനെ നനഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നല്ലോണം വെയിലൊക്കെ അടിക്കുമ്പോൾ പുതിയ അടുപ്പൊക്കെ ഉണ്ടാക്കണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അടുപ്പത്ത് ഇങ്ങനെ ചാണകമൊക്കെ മെഴുകിയിട്ട് വീഡിയോ ഒക്കെ കണ്ടപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മുടെ ടീച്ചറമ്മ ചോദിച്ചത്. അപ്പോൾ എന്തായാലും അടുപ്പിൻ്റെ കാര്യമൊക്കെ അങ്ങനെയാണ്. ഇനിയിപ്പോൾ വെയിലൊക്കെ അടിക്കട്ടെ, എന്നിട്ട് വേണം പുതിയ അടുപ്പൊക്കെ ഉണ്ടാക്കാനായിട്ട് അങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ചിട്ടിക്കുട്ടി വൈകുന്നേരത്തെ പണിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. മുറ്റമൊക്കെ അടിച്ച് വിടുന്നുണ്ട്. അവളുടെ ഡ്യൂട്ടിയാണല്ലോ 2 നേരം മുറ്റം അടിക്കുന്നത്. അപ്പോൾ അവൾ അടിക്കാത്ത സമയത്ത് ഞാനാണ് കേട്ടോ അടിച്ചു വരുന്നത്.
അങ്ങനെ അവൾ മുറ്റം അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞാനത് ആ തുണികളൊക്കെ ഉണങ്ങിയതൊക്കെ ഒന്ന് എടുത്ത് വെക്കാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ തുണികളൊക്കെ എടുത്തു. പിന്നെ നമ്മളവിടെ ഗ്രോ ബാഗിൽ മുളക് തൈയൊക്കെ വെച്ചിട്ടില്ലേ, അതിൻ്റെ ഒരു മണ്ടയ്ക്ക് എന്താണെന്നറിയില്ല, നമ്മുടെ മുഞ്ഞ ബാധിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ നല്ല ഇതായിട്ട് ഇലയൊന്നും വരുന്നില്ല. അപ്പോൾ അതിലെന്തെങ്കിലും മരുന്ന് എന്തെങ്കിലും തളിക്കേണ്ടി വരുന്നതാണ് തോന്നുന്നത്. കാരണം ഒത്തിരി നന്നായിട്ട് തളിരായിട്ട് വന്നതാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് മുരടിച്ച പോലെ ആയിട്ടുണ്ട്. മുഞ്ഞയാണെന്ന് തോന്നുന്നു, ഉറുമ്പ് പോലത്തെ സംഭവം ഉണ്ടല്ലോ, അത് വന്ന് കൂടിയിരിക്കുകയാണ്. അങ്ങനെ ഞാനതാ ഉണങ്ങാനിട്ട തുണികളൊക്കെ എടുത്തിട്ട് വന്നു. അപ്പോൾ അതവിടെ ഒരാൾ ഉള്ളൊക്കെ അടിച്ചു വാരുന്നുണ്ട്. ഇന്ന് എന്താണെന്നറിയില്ല, രണ്ടുപേരും നല്ല കുട്ടികളായിട്ട് അവനവൻ്റെ പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ അടുത്ത വീട്ടിൽ തന്നെ ടെറസിൻ്റെ മുകളിൽ ചെണ്ടുമല്ലി കൃഷിയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, ഞാൻ പഴയൊരു വീഡിയോയിൽ അത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പൂത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഓണം സമയത്തൊന്നും അങ്ങനെ പൂവായിട്ടുണ്ടായിരുന്നില്ല, ചെറിയ ചെറിയ മൊട്ടുകളും ചെറുതായിട്ടൊക്കെ വിരിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇപ്പം നല്ലോണം അങ്ങോട്ട് പൂത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കളറേ ഉള്ളൂ എന്ന് തോന്നുന്നു, മഞ്ഞ കളറ് മാത്രമേ ഉള്ളൂ. ഓറഞ്ച് കളറിലുള്ള ചെണ്ടുമല്ലിയൊന്നുമില്ല, ഒറ്റ കളറേ ഉള്ളൂ കേട്ടോ. പക്ഷേ ഓണത്തിനൊന്നും പൂ കിട്ടുകയും ചെയ്തില്ല. ഇനിയിപ്പോൾ പൂജയൊക്കെ ആകുമ്പോഴത്തേക്കൊക്കെ നല്ലോണം പൂ ഉണ്ടാവും എന്നാണ് തോന്നുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഒന്ന് ചിട്ടി എടുത്തിട്ട് വന്നതാണ്. ചിട്ടി അവിടെ എന്തോ കാര്യത്തിന് വേണ്ടിയിട്ട് പോയപ്പോൾ അവൾ പിന്നെ അങ്ങനെ ആ ഒരു വീഡിയോവും കൂടെ എടുത്തിട്ട് വന്നു കേട്ടോ. അപ്പോൾ അത് കണ്ടില്ല, നമ്മുടെ വീട്ടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ പാടമാണ് കേട്ടോ. കുറച്ച് എന്താ പറയുക, നല്ല കാഴ്ചകളൊക്കെ കാണാൻ പറ്റിയൊരു പാടമാണ്. അപ്പോൾ ഞാൻ ഈ വഴിക്കൊക്കെ ഇടയ്ക്കൊക്കെ അമ്പലത്തിൽ പോകുമ്പോൾ കാണിക്കാറുണ്ടല്ലോ, അപ്പോൾ ആ ഒരു പാടമാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ചിട്ടിക്കുട്ടി എന്തായാലും ഇതാ ടെറസിൻ്റെ മുകളിൽ വെച്ച നമ്മുടെ ചെണ്ടുമല്ലിയും അതിൻ്റെ താഴെയുള്ള പൂക്കളും ചെണ്ടുമല്ലിയൊക്കെ താഴെയും വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെയൊക്കെ ഒന്ന് വീഡിയോ എടുത്തിട്ടുണ്ട് ആൾ. അപ്പോൾ അതൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ കാണിച്ചപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ വീഡിയോയിൽ അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചിട്ടാ. അപ്പോൾ അതവിടെ ഒരാൾ ചെരുപ്പൊക്കെ ഒന്ന് വൃത്തിയാക്കി തരാമെന്നും പറഞ്ഞിട്ട് ആൾ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവളുടെ ചെരുപ്പ് കഴുകാനായിട്ട് പോയപ്പോൾ പിന്നെ എൻ്റെ ചെരുപ്പും കൂടെ ഒന്ന് കൊടുത്തു ഞാൻ, അതും കൂടെ ഒന്ന് കഴുകുമെന്നും പറഞ്ഞിട്ട്. അപ്പോൾ അമ്മൻ്റെയും എൻ്റെയും മാത്രമേ കഴുകുള്ളൂ, ചിട്ടിൻ്റെ അവൾ കഴുകിക്കോട്ടെ, ഞാൻ കഴുകില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എൻ്റെയും ചാരുവിൻ്റെയും മാത്രമാണ് കേട്ടോ കഴുകി. എൻ്റെ ചെരുപ്പ് കഴുകിത്തരാൻ കാരണം എൻ്റെ ഇടയ്ക്കൊക്കെ അവൾ ഇട്ടിട്ട് പോകാറുണ്ട് കേട്ടോ ചെരുപ്പ്. അപ്പം മക്കളുടെ കാലൊക്കെ വലുതായത് കൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ ചെരുപ്പൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി തിരിച്ചിട്ടും മറിച്ചിട്ടൊക്കെ ഞങ്ങൾ ചെരുപ്പൊക്കെ മാറാറുണ്ട്. പക്ഷേ നല്ല വലുപ്പമായില്ലേ കാലൊക്കെ, ആളുടെ കാലാണെങ്കിൽ ഇത്തിരി പാദം വീതി കൂടുതലാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവൾക്ക് എൻ്റെ ചെരുപ്പൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ എനിക്കും അതേപോലെ തന്നെയാണ്, അവളുടെ ചെരുപ്പൊക്കെ ഇപ്പോൾ പാകമുണ്ട്. നേരത്തെ ആണെങ്കിൽ നമ്മുടെ ചെരുപ്പ് ആരും ഉണ്ടാവില്ല ഇവിടെ. ഇപ്പം അങ്ങനെയല്ല, മക്കളും അമ്മയും മക്കളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയും തിരിച്ചിട്ടൊക്കെയാണ് കേട്ടോ ഇടുന്നത്. അങ്ങനെ ചെരുപ്പൊക്കെ കഴുകിയത് അവിടെ ഒക്കെ വൃത്തിയാക്കി കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എന്തായാലും വൈകുന്നേരം ചോറാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചോറ് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അടുപ്പിൽ. വേവുള്ള അരി ആയതുകൊണ്ട് തന്നെ പതുക്കെ അങ്ങോട്ട് എടുത്താൽ മതി. അപ്പോഴേക്കും ഞാൻ കൂട്ടാൻ വെക്കാനുള്ളത് നുറുക്കട്ടെ എന്നും പറഞ്ഞിട്ട് ഞാൻ ഇതാ പുറത്ത് കൊണ്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അടുക്കളയിൽ ഇരുന്നിട്ടാണല്ലോ നമ്മൾ സാധാരണ മുറിക്കുന്നത്. അപ്പോൾ പണ്ടൊക്കെ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ, തിണ്ണയിൽ കൊണ്ടുവന്നിരുന്നിട്ടൊക്കെയാണ് മുറിക്കുക. അപ്പോൾ വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്നിരുന്ന കൊതുവിൻ്റെ സമ്മേളനമാണ് കേട്ടോ, നല്ല കൊതുക് കടിയാണ്. അപ്പോൾ പിന്നെ ഞാനങ്ങനെ അധികം അങ്ങോട്ട് വരാറൊന്നുമില്ല. അപ്പോൾ ഇന്ന് എന്തായാലും പുറത്ത് പോയി ഇരുന്നിട്ട് നമുക്ക് വീഡിയോ എടുക്കുകയും ചെയ്യാം, അപ്പോൾ പച്ചക്കറിയൊക്കെ ഒന്ന് മുറിക്കുകയും ചെയ്യാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഇവിടെ വന്നിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ കറി വയ്ക്കാൻ പോണത് വെള്ളരിക്കയും മുരിങ്ങക്കായും തക്കാളി ഉള്ളി പിന്നെ ഉരുളക്കിഴങ്ങും പരിപ്പൊക്കെ ഇട്ടിട്ട് ഒരു സാധാരണ ഒരു കറി ഇട്ട ഒരു സാമ്പാർ എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും സാമ്പാർ എന്ന് പറയാം, ഒരു തട്ടിക്കൂട്ട് സാമ്പാറാണ് കേട്ടോ വയ്ക്കാൻ പോണത്. അപ്പോൾ പിന്നെ പയറും എടുത്തിട്ട് വന്നിട്ടുണ്ട്, പയറ് പൊട്ടിച്ച് ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പച്ചക്കറികളൊക്കെ ഇങ്ങനെ മുറിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ വെയിലിൻ്റെ അവിടെ ഇങ്ങനെ ഒരു ഇത് കണ്ടപ്പോൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്തോ ഒരു തരം പക്ഷി വന്നിട്ട് അവിടെ മരത്തിൻ്റെ അവിടെ വന്നിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഞാൻ നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. പിന്നെ ഇതാ ചാരുമോൾ അവിടെ കിടന്ന് തുള്ളുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവിടെയും നോക്കണ്ട് ഇവിടെയും നോക്കണ്ട്, അങ്ങനെ അങ്ങനെ അതൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതാ നമ്മുടെ ഏട്ടൻ വന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ നേരത്തെയാണ് കേട്ടോ ആൾ വന്നിട്ടുള്ളത്. അപ്പോൾ ക്യാമറ ഒന്ന് അങ്ങോട്ട് തിരിച്ച് വെക്കാനായിട്ട് പറഞ്ഞാണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ്റെ വണ്ടിൻ്റെ സൗണ്ട് കേട്ടാൽ അത് അവൾക്ക് വേഗം മനസ്സിലാവും കേട്ടോ. റോസി അങ്ങോട്ട് വേഗം ഓടിക്കൊണ്ടുവരും, എവിടെയാണെങ്കിലും റോസി പിന്നാലെ ഉണ്ടാവും, ഏട്ടൻ്റെ പിന്നാലെ ഉണ്ടാവും. അപ്പോൾ കണ്ടില്ലേ, ആൾ വരുമ്പോഴത്തേക്കും വാലാട്ടിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഏട്ടൻ വരുന്ന സമയത്ത് ഏട്ടൻ്റെ കയ്യിൽ വല്ല പൊക്കവടയോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാനൊക്കെ ഉണ്ടാവുമല്ലോ.
അപ്പോൾ അത് കിട്ടണ വരെ ആൾക്കൊരു കൊണിച്ചലാണ് കേട്ടോ. മേലെ കയറാനും അല്ലെങ്കിൽ വാലാട്ടിയിട്ട് ഇങ്ങനെ മൂത്ത് നോക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ കണ്ണടിക്കാനൊക്കെ നല്ലതാണ്, കണ്ടിരിക്കാൻ നല്ല രസമാണ് കേട്ടോ. അത് കാണാൻ വേണ്ടിയിട്ട് തന്നെ ഞങ്ങൾ അവളിട്ട് കുറച്ച് കളിപ്പിക്കും. അങ്ങനെ ആണ് നമ്മുടെ റോസിൻ്റെ കഥ. പിന്നെ ഏട്ടൻ വരുമ്പോൾ 2 ചെടിയും കൂടെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താണ് ചാമ്പയ്ക്കല്ല, എന്താണ് റംബൂട്ടാൻ അല്ലേ? റംബൂട്ടാൻ്റെ തൈ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ വെക്കാനായിട്ട്. അപ്പോൾ ഇന്നലെ ഏട്ടൻ വന്നപ്പോൾ തന്നെ പറഞ്ഞാണ് കേട്ടോ, റംബൂട്ടാൻ്റെ തൈ വിൽക്കാൻ വെക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാളെ വരുമ്പോൾ വാങ്ങിയിട്ട് വരണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആൾ 2 തൈയും വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരെണ്ണം 175 രൂപ എന്താണ് കേട്ടോ. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, നമ്മുടെ ജീന ചേച്ചിൻ്റെ അവിടെ എന്താണ് നമ്മൾ പയർ വിത്തിട്ടിട്ട് മുളച്ച പോലെയാണ് മുളച്ച് കിടക്കുന്നത്, അവരെടുത്ത് അങ്ങോട്ട് പറിച്ച് കളയാണ്, ഇഷ്ടം പോലെ ചെടിയാണ്, ഇവിടെ കാശ് കൊടുത്ത് വാങ്ങിയിട്ട് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ അവിടെയുള്ള ചെടി ഇവിടെ കിട്ടില്ലല്ലോ, എന്നാൽ പിന്നെ 2 അയക്കാൻ പറ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതാ ഞാൻ നമ്മൾ കറിക്കുള്ള തേങ്ങയൊക്കെ ചിരവി അപ്പോഴത്തേക്കും നമ്മുടെ ചോറൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ഞാനിതാ ചോറൊക്കെ എടുത്തിട്ട് വന്ന് നമ്മുടെ വാർക്കണ ആ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, പാത്രത്തേക്ക്. അപ്പോൾ ഈ ഒരു ചെറിയ ചട്ടി നമുക്ക് ഇങ്ങനെ വടിച്ച് ചോറ് ഊറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഇടയിൽ കൂടെ അങ്ങനെ ചോറ് വറ്റി നിറയെ നമ്മുടെ കഞ്ഞിവെള്ളത്തിലേക്ക് വീടുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ചട്ടി എടുക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ചോറ് വാർക്കണ പാത്രത്തിൽ അങ്ങനെ ഒഴിച്ച് വയ്ക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കൂട്ടാനൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ സാമ്പാർ, തട്ടിക്കൂട്ട് സാമ്പാർ റെഡിയായി. പിന്നെ പയറൊക്കെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് നമ്മൾ നമ്മുടെ മുളകുണ്ടല്ലോ, ചതച്ച മുളക്, കുത്തുമുളകൊക്കെ ഇട്ടിട്ട് ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല എരിവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാത്രി കഴിക്കാനായിട്ട് നമ്മളെ ചോറും സാമ്പാറും പയർ ഉപ്പേരിയൊക്കെയാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ പയറുപ്പേരിയൊക്കെ ആയതിന് ശേഷം ഞാൻ ഉപ്പ് വന്ന് നോക്കിയപ്പോൾ ഇത്തിരി ഒരു കുറവുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഉപ്പും കൂടെ ഇട്ടിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത് പിന്നെ അങ്ങനെ അടച്ചു വെച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ പയറുപ്പേരി ഇങ്ങനെ കുത്തുമുളകൊക്കെ ഇട്ടിട്ട് വെക്കുമ്പോൾ നല്ല എരിവും ചൊടിയൊക്കെയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. കഞ്ഞിൻ്റെ ഒപ്പമൊക്കെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അതുപോലെ ചോറിൻ്റെ ഒപ്പമാണെങ്കിലും നന്നായിരിക്കും കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ഇടിച്ച മുളകും കൊണ്ട് നമ്മൾ ഇങ്ങനെ ഉപ്പേരി അല്ലെങ്കിൽ മെഴുക്ക് പുരട്ടി എന്നൊക്കെ പറയാം. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ പയറുപ്പേരിയും ഇവിടെ റെഡിയാണ്. സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ചോറ് പിന്നെ അവിടെ ഊറ്റി വെച്ചിട്ടുണ്ട്, വാർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അടുക്കളപ്പണിയൊക്കെ ഒരുവിധം അങ്ങോട്ട് ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എല്ലാം ആയിട്ടുണ്ടല്ലോ, ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഇവിടെ പണിയൊന്നുമില്ല. അപ്പോൾ ചോറിനാനായിട്ട് സമയമായിട്ടില്ല കേട്ടോ, 7:45 ആവണേ ഉള്ളൂ. അപ്പോൾ ഈ സമയത്തൊന്നും ചോറ് കഴിക്കില്ലല്ലോ. അങ്ങനെ ഞാനിതാ കുറച്ച് നേരം TV ഒക്കെ കണ്ടിരുന്നു. ഇപ്പം പിന്നെ ന്യൂസാണ് കേട്ടോ. ഏട്ടൻ പിന്നെ എപ്പോഴും ന്യൂസാണ് വെക്കുക. അപ്പോൾ ആൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അവിടെ സെറ്റിയിലൊക്കെ കിടന്നിട്ട് TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം ന്യൂസിൽ ഇങ്ങനെ നിപ്പ വൈറസ് വന്നിട്ട് പടർന്നു കൊണ്ടിരിക്കുകയാണല്ലോ, അപ്പോൾ അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കോവിഡ് മാറിയിട്ട് ഇപ്പോൾ ഒരു ഇതായിട്ടിരിക്കുന്നുള്ളൂ, അപ്പോഴത്തേക്കും അടുത്ത നിപ്പ എന്ന് പറയുന്നത് വല്ലാത്തൊരു ഭീകരമായിട്ടുള്ളൊരു വൈറസാണെന്നൊക്കെയാണ് അറിഞ്ഞത്. അപ്പോൾ എന്തായാലും എല്ലാവരും സുരക്ഷിതമായിട്ടൊക്കെ ഇരിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും മാസ്ക് ഇടുക, അതിന് പുറത്ത് പോയിട്ട് വരുന്നവരൊക്കെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ കയറുക, അതൊക്കെ ചെയ്യുക. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ന്യൂസൊക്കെ കണ്ടിരുന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു 8:30 കഴിഞ്ഞ ശേഷമാണ് കേട്ടോ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചത്. അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ അല്ലറ ചില്ലറ പണികളൊക്കെ ഒതുക്കി വെച്ചതിന് ശേഷം പിന്നെ അടുക്കളയൊക്കെ ഒന്ന് അടച്ചു. അപ്പോൾ ഇനിയിപ്പോൾ വീഡിയോസ് ഒന്നും എടുക്കാനില്ലാത്തത് കൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. കൂട്ടുകാർക്ക് നമ്മുടെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരയ്ക്കും എല്ലാവരോടും ടേക്ക് കെയർ ആൻഡ് ബൈ.